ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു അങ്ങേരെൻ്റെ അപ്പനാണ്, എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ ചേട്ടനാണ്, ഒരു എല്ലാം ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഫോണുണ്ട്, കഴിഞ്ഞ ദിവസം ഒരു ഫോൺ ഞാനൊരു കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തിയേറ്ററിൽ ഒരു വലിയൊരു സാധനം ഇട്ട് കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരനത് കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര ഇതായി. അപ്പോൾ അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട് എനിക്കും. അങ്ങനെ കുറേ ഇൻസിഡൻറ്റ്സ് ഉണ്ട്. ഞാൻ ഈ എഴുപതിൻ്റെ തിരക്കനിൽ എങ്ങനെ പുള്ളിയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, മമ്മൂട്ടി ഫാൻസ് ഒന്ന് സ്കൂളിൽ പഠിക്കുന്ന പോലെ മമ്മൂട്ടി ഫാൻസാണ്. ഞാൻ എസ് എൻ കോളേജിൽ പഠിക്കുമ്പോൾ മമ്മൂട്ടീനെ കാണാനായിട്ട് ആലപ്പുഴയിലെ എക്സിബിറ്റർ അസോസിയേഷൻ അന്ന് ഫിയോക്കല്ല, അന്ന് നമ്മളൊക്കെ ഉണ്ട്. അപ്പോൾ ആലപ്പുഴയിലെ മമ്മൂട്ടീനെ ഒരു ആദരവ് കൊടുക്കാനായിട്ട് വന്നിരിക്കുക. അപ്പോൾ തിയേറ്ററിൽ നിന്നുള്ള രീതിയിൽ എനിക്കുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും ഓർമ്മ എസ് എൻ കോളേജിൽ നിന്ന് ഞാൻ ബസ്സിന് പിടിച്ചു വന്ന് പ്രോഗ്രാം തുടങ്ങിയപ്പോൾ അവിടെ കയറാൻ പറ്റാത്ത ആൾ, ഞാൻ മതിലെല്ലാം ചാടി അവിടെ കയറി എൻ്റെ കാല് വീണ് പൊട്ടി. അങ്ങനെ വീട്ടിൽ ചെല്ലുന്ന അങ്ങനെ കാലൊക്കെ പൊട്ടിയിട്ട് ഞാൻ മമ്മൂട്ടിനെ കാണാൻ പോയിട്ട് കാലൊക്കെ പൊട്ടിയാന്ന് പറയും. അല്ല നടക്കുന്നത് അങ്ങനെ എഴുപതിൻ്റെ തിരയനിൽ ഞാനും പുള്ളിയായിട്ടുള്ള ഫസ്റ്റ് കോമ്പിനേഷൻ മമ്മൂട്ടിയുടെ കൂടെ ഇരിക്കാൻ പോകും. അന്ന് എന്നോട് വിശ്വംഭര സാർ ചോദിച്ചു, നിനക്ക് ഏത് റോള് വേണം, എഴുപതിൻ്റെ തിരനാവണോ ഓപ്പോസിറ്റ് വില്ലനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വില്ലൻ ക്യാരക്ടർ തന്നെ. വിശ്വംഭര സാറായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഷോട്ടെന്ന് പറഞ്ഞാൽ 5 ഫൈറ്റ് ഉണ്ട്. എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേര് നമ്രത. ഫസ്റ്റ് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ഇവിടെ കെട്ട ഈ കാല് വെച്ച് അടിയുന്നു അടിച്ച് ശരിക്കും അടി കൊണ്ടു വിളിക്കണേ. അപ്പോൾ ത്യാഗരാജ മാഷ അപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് ഇത് മാറ്റി നിർത്തും. പുള്ളിക്കാരൻ ഇങ്ങനെ മാത്രം നോക്കിയില്ല, ഇപ്പോഴും ഓർമ്മയുണ്ട്. നോക്കി ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അവിടെ പോയിരുന്നു. അത് അവിടെ മുതൽ തുടങ്ങിയൊരു ബന്ധമാണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ അപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ എന്നെ മാറ്റിക്കോ ടൈമിംഗ് ഇല്ല മാറ്റിയേക്കെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ 70 മുതൽ തുടങ്ങിയ ബന്ധം സ്റ്റിൽ ഇന്ന് വരെ ആ ഒരു ബന്ധം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. അത് നമുക്കിഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ അപ്പൻ നമ്മളോടുള്ള ഇഷ്ടം ചിലപ്പോൾ ദേശക്കാരനായിരിക്കും, നമുക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് ഫീൽ ചെയ്യും. അതേപോലത്തെ ഒരു ഇഷ്ടം എൻ്റെ അടുത്തുണ്ട്. പുള്ളി എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നീ സിനിമയൊന്നും നിർമ്മിക്കരുത്. ഞാൻ ഫസ്റ്റ് സിനിമ നിർമ്മിക്കുന്ന സുന്ദരപുരുഷനാണ്. 20-22 വർഷമായി ഫസ്റ്റ് ഞാൻ മാത്രമല്ലോ. അപ്പോൾ എന്നോട് അന്ന് പറഞ്ഞു, നീ സിനിമയൊന്നും പ്രൊഡ്യൂസ് ചെയ്യണ്ട. കേക്ക് ചെയ്തപ്പോഴും പുള്ളിക്കാരൻ എൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെ ഇവൻ്റെ അടുത്ത വിചാരം, എൻ്റെ ഫസ്റ്റ് കമ്മിങ് പോസ്റ്റിൽ ഇതാ, ഇവൻ്റെ അടുത്ത വിചാരം ഇവനാണ് അടുത്ത മമ്മൂട്ടി എന്നാണ്. അങ്ങനെ എൻ്റെ പോസ്റ്റ് വന്നേ. അപ്പോഴും പറഞ്ഞു എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന്. ഇപ്പോൾ ഇത് ചെയ്തപ്പോൾ ഡയറക്ടർ വന്നിട്ടുണ്ടല്ലോ, നമ്മളൊക്കെ ഡേറ്റ് തരേണ്ടി വരുമോ എന്നൊക്കെയുള്ള രീതിയിലാണ്. പക്ഷെ അതിലൊരു ഇഷ്ടമുണ്ട്. ചിലപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് പ്രൂവ് ചെയ്താൽ മമ്മൂക്കടി ചോദിച്ചാൽ നമുക്ക് എൻ്റെ സിനിമയിൽ ഒന്ന് അഭിനയിക്കുമെന്ന് എനിക്ക് 100% അറിയാം. ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കൊണ്ടാണ് ചെല്ലണമെങ്കിൽ. ഈ മമ്മൂട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന പോലെ തന്നെ അതേപോലെ ഒരു ഈക്വലി ഒരു റൈറ്റ് ഹാൻഡ് മാൻ അല്ലെങ്കിൽ മെയിൻ ആളായിട്ട് മോഹൻലാലിന്റെ കൂടെയും എന്തോ എനിക്ക് ലാലേട്ടൻ്റെ കൂടെ ഞാൻ ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യം ഞാൻ ദേവാസുരത്തിൽ എന്നെ കൊല്ലാജിത്ത് കൊണ്ടുവന്നത്. അന്ന് ദേവാസുരത്തിൽ IV ശശി സാർ അന്ന് വെച്ചിരുന്നത് 4 പുതിയ ആൾക്കാരെയായിരുന്നു. പുള്ളിയുടെ കൂട്ടുകാരെന്ന് പറഞ്ഞ് വെച്ചിരുന്നത് ഗ്യാങ്ങായിട്ട്. അതിൽ ഒരാളെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയതാണ്. അപ്പം ഞാൻ 12 ദിവസം കഴിഞ്ഞാണ് അറിയുന്നത് ആ പടം ഷൂട്ട് നടന്നിരിക്കുന്നത്. അതിൽ ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. ഞാനും കൊല്ലാജിത്ത് പറഞ്ഞു, അജിത്ത് ഷൂട്ട് പോവും, ബൈജുവിന് സമയമായിട്ടില്ല വിളിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഷൂട്ട് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലാലേട്ടനും താമസിക്കുന്ന അവിടെയാണ്. ഞാൻ അജിത്തൊക്കെ അന്ന് മുതലേ ഉണ്ട് ബന്ധം. പിന്നെ അതിനുശേഷം പുള്ളിയായിട്ട് കുറേ സിനിമകൾ, ഇപ്പോൾ ആറാട്ട് പോലും ഏകദേശം പുള്ളിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ എന്ന റാംബോ എന്ന് പറഞ്ഞ എൻ്റെ ക്യാരക്ടറാണ്. പുള്ളിക്ക് അതിനകത്ത് ഹീറോയിൻ്റെ അല്ല, ഇവിടെ സർക്കാണ്. നല്ല ബന്ധമാണ്. ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എന്തോ എനിക്ക് മമ്മൂക്കേനെ എങ്ങനെ ഒരു ഇഷ്ടം എന്നുള്ള ആ ഒരു ഇഷ്ടത്തിലോട്ട് എനിക്ക് ലാലേട്ടനോട് ഇഷ്ടമാണ്. ആസ് ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടമാണ്. അല്ലാണ്ട് പ്രൊഫഷണൽ അങ്ങനത്തെ ഒരു ഇതുള്ളൂ. പക്ഷേ എനിക്ക് മമ്മൂക്ക അവരെൻ്റെ ഈ അങ്ങനത്തെ ഒരു ഓൺ എന്ന് പറയുന്ന ആ ഒരു സംഭവം എനിക്ക് പുള്ളി തമാശയ്ക്ക് പറയും, ബൈജു മമ്മൂട്ടിക്ക് മാത്രമേ മീനൊക്കെ കൊടുക്കത്തുള്ളൂ, ഇത് കൊടുക്കുള്ളൂ. അതെ, കുറേ നല്ല ലാലേട്ടൻ്റെ കീർത്തിയേക്കരൊക്കെ അഭിനയിക്കുമ്പോൾ 54 ദിവസം ഞാനും ലാലേട്ടനും ഷമ്മി അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഒരു വണ്ടിയിൽ എല്ലാ ദിവസവും ഷൂട്ടിന് പോകുന്നത്. മിലിറ്ററിയുടെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും
സോ കുറച്ചുകൂടെ ഇഷ്ടം ഇവിടം ജോസ്. ഈ ഫാൻസ്, ഞാൻ മമ്മൂട്ടിയുടെ മെയിൻ ആളാണെന്നും പറഞ്ഞിട്ട് ഇവന്മാർ സ്ഥിരം കൊണ്ട് വെക്കുന്നൊരു സാധനമുണ്ട് ഈ ഫാൻസ്. തമാശയ്ക്കാണ്. മമ്മൂക്കയുടെ ആളാണ് ഞാൻ, മമ്മൂക്കയുടെ ഫാൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, മമ്മൂക്കയുടെ ആളാണ്. ലാലേട്ടനായിട്ട് അത്രയും ഇതല്ല. ഞാൻ ഈ ആറാട്ട് ചെയ്യാൻ തന്നെ കാര്യം അതാണ്. ഞാൻ ആറാട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഏകദേശം 155 ദിവസം മമ്മൂട്ടിയുടെ കൂടെ മധുരരാജ, പിഷുവിൻ്റെ പടം, മാമാങ്കം, ഏകദേശം 155 ഡേയ്സ് മമ്മൂട്ടിയുടെ കൂടെ തന്നെ. എല്ലാം ഈക്വൽ ടു ഫുൾ ത്രൂ ഔട്ട് ക്യാരക്ടർ. മറ്റേ ഗാനഗന്ധർവനിൽ പുള്ളി പാട്ടുകാരൻ, ഞാൻ കീബോർഡിസ്റ്റ്. മറ്റേ മാമാങ്കത്തിൽ പുള്ളിയുടെ അസിസ്റ്റൻ്റ് ക്യാരക്ടർ, മധുരാജിലെ പുള്ളിയുടെ കൂടെ 4 പേരിൽ ഒരാൾ. അപ്പോൾ ഈ ഫാൻസിൻ്റെ ഭയങ്കര എപ്പോഴും ഇവന്മാർ ചോദിക്കും, ബൈച്ചേട്ടായി നിങ്ങൾ ഈ ഫുൾ ടൈം മമ്മൂട്ടിയുടെ കൂടെ ഒന്നും, ഇവന്മാർ മാത്രമേ മമ്മൂട്ടിന്ന് വിളിക്കുള്ളൂ കേട്ടോ. ഞാനെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഫാൻസ് മാത്രമേ, മോഹൻലാൽ ഫാൻസ് മമ്മൂട്ടിയുടെ ആളാണ്, ബാക്കി എല്ലാവരും മമ്മൂക്ക എന്നല്ല പറയുന്നത്. ഇവർ പറയാം നിങ്ങൾ ഈ മമ്മൂട്ടിയുടെ കൂടെ അല്ലേ നടക്കത്തുള്ളൂ, ഇവന്മാർ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവന്മാർ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ, ഇവിടം സ്വർഗമാണിൽ എന്നെ ചവിട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു പോസ്റ്ററുണ്ട്. മോഹൻലാൽ കഴുത്ത് ചവിട്ടി ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന പോസ്റ്ററുണ്ട്. ഇവന്മാർ ഈ മോഹൻലാൽ ഫാൻസിൻ്റെ പരിപാടിക്ക് നമ്മുടെ തിയേറ്ററിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ഈ സാധനം വയ്ക്കുകയാണ്. എന്നിട്ട് ഇവന്മാർ പറയും എന്ന് ലാലേട്ടൻ്റെ കൂടെ ഇനി പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടായിട്ടുള്ള ക്യാരക്ടർ അഭിനയം അന്ന് ഞങ്ങൾ എടുത്ത് മാറ്റും ഇവന്മാർ നമ്മൾ ചുമ്മാ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ തിയേറ്ററിലല്ലേ. അങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന ആറാട്ടിലെ ക്യാരക്ടർ പോയിട്ട് ചെയ്യുന്നത്. ഒന്നുമില്ല ക്യാരക്ടർ, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒന്നുമില്ല. പുള്ളിയുടെ കൂടെ നടക്കുന്നു എന്നല്ലാണ്ട് ഡയലോഗ്സ് ഉണ്ട് എങ്കിൽ പോലും ഒരു ആക്ടറിനെ സംബന്ധിച്ചൊന്നുമില്ല. പക്ഷേ ഈ എല്ലാ ഷോട്ടിലും ത്രൂ ഔട്ട് റാംബോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. സോ വിളിക്കാറുണ്ട് ലാലേട്ടനെ. ഇപ്പം ഞാൻ നമ്മുടെ പടത്തിൻ്റെ ഇത് ലാലേട്ടൻ ചെയ്തു, ഞാൻ വിളിച്ചിരുന്നു, എന്നാ റിലീസ്, ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനുണ്ട്. ഇടയ്ക്ക് ഫ്ലാറ്റിൽ പോയി കാണാറുണ്ട്. അല്ലാണ്ടൊരു അങ്ങനെ ഒരു ഇത്രയേ ഉള്ളൂ. ഈ ചവിട്ടുന്ന കാര്യം പറഞ്ഞപ്പോൾ നേരത്തെ മമ്മൂട്ടിയുടെ ചവിട്ട് കിട്ടിയ കാര്യം, അപ്പോൾ ഈ അന്നത്തെ കാലത്ത് മമ്മൂട്ടിയൊക്കെ ചവിട്ട് അങ്ങോട്ട് കിട്ടി. അങ്ങോട്ട് അന്നത്തെ കാലത്തൊക്കെ സ്റ്റണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പരിക്ക് പറ്റേ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് പറ്റിയിട്ടുണ്ട്, ഒരുപാട് പറ്റിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പെയിനൊക്കെ ഇപ്പോൾ പതിയെ ഉണ്ട് ശരീരത്തിൽ. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഗുണ്ട ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാർ, അപ്പോൾ അന്നൊക്കെ എൻ്റെ മുടി പോയതുപോലെ അങ്ങനെയാണ്. കാര്യം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ മറ്റേ നമ്മുടെ അടുത്തുള്ള മുടി വെട്ടുന്ന സ്ഥലത്ത് ചെന്നിട്ട് അന്ന് ചെമ്പിപ്പിക്കുക, മറ്റേ അമോണിയ ഇട്ട് ഇങ്ങനെ 4 സൈഡും ചെമ്പിച്ചൊക്കെയല്ലേ നടക്കുന്നത് വില്ലൻ ക്യാരക്ടർ. അതെങ്ങനെയൊക്കെയാണ് പരിപാടി. അങ്ങനെ തന്നെ ഞാൻ പറയും മുടി പോയിട്ടില്ല. അന്ന് നമ്മൾക്ക് ആവേശം കൂടുതലാണ്. നമ്മൾ പോയി വീഴുന്നതൊക്കെ ഇതുപോലത്തെ സേഫ്റ്റി പരിപാടികളോ ഒന്നുമില്ല. അട്ടിക്കൊണ്ടോ നേരെ പോയിട്ട് വീഴല്ലേ. അപ്പോൾ ഒരു സിനിമയിൽ എങ്ങനെയാലും മിനിമം 2-3 ഫൈറ്റ് ഉണ്ടാവും. അപ്പോൾ എത്ര ഫൈറ്റിൽ നമ്മൾ പോയി ചെയ്തിട്ടുണ്ട്. ഇന്ന് കുറേ കൂടെയൊക്കെ അത്രയും മാസ്റ്റേഴ്സ് എല്ലാം അങ്ങനെ. അന്ന് മാസ്റ്റർമാർ അവരിലേക്ക് വരുന്ന സ്റ്റണ്ട് ചെയ്യുന്ന പിള്ളേർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പറയുന്ന അവരുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം വെച്ച് കെട്ടുന്ന. അങ്ങനെ കുറേ പോയി വിടുന്നുണ്ട്. വംശം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ സുകുമാരൻ ചേട്ടനായിട്ട് ഒരു സീനിൽ അന്ന് 2 പേരും ഞങ്ങൾ തീരേണ്ടതാണ്. ആ പടത്തിലുണ്ട്. ഒരു ജീപ്പിൽ ഞാൻ അതിനകത്ത് ഓപ്പോസിറ്റ് വില്ലൻ ക്യാരക്ടറാണ്. സുഖട്ടം വണ്ടി ഓടിക്കും, ഞാൻ ചെന്ന് ജീപ്പിൽ ചാടി കയറി ഇങ്ങനെ കയറി പിടിക്കുന്ന ഈ സൈഡ് ജീപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഭാഗ്യം എന്തോ ഉണ്ട്, അല്ലെങ്കിൽ ടെക്ക് എന്ന് പറഞ്ഞിട്ട് മറിഞ്ഞാൻ. ഇപ്പോൾ കൂടോത്രത്തിൽ വലിയൊരു അടി കിട്ടി. അത് നമ്മുടെ അംജിത്ത് മൂസ എന്ന് പറഞ്ഞിട്ട് തമിഴ് തെലുങ്കിലുള്ള ഒരു ക്ലൈമാക്സിൽ ഞാനിതിൽ അഭിനയിച്ചിരിക്കുന്നുണ്ട്. ഒരു ഷോട്ടിൽ എൻ്റെ ടൈമിങ് കൊണ്ടുള്ള കുഴപ്പം, ഞാൻ ജസ്റ്റ് മൂവ് ചെയ്ത് ഇവിടെ നിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിലേക്ക് കയറി വന്ന് അടിക്കും. ഇങ്ങനെ പോകുന്നത് ജസ്റ്റ് മൂവ് ചെയ്ത് അടി, അങ്ങനെ അടി ഇവിടെ കൊണ്ട് ഫുൾ ഞാൻ ബ്ലാക്ക് ഔട്ടായിപ്പോയി. തീർന്നു എന്ന് കരുതി. എയറിൽ നിന്നല്ല അടിക്കുന്നത്. അപ്പോഴും കൂടോത്രത്തെ സംബന്ധിച്ച് കൂടോത്രത്തിന് തുടക്കം മുതൽ നമ്മൾ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു വലിയ ശക്തിയുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ജീസസാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് അപ്പോൾ അങ്ങനെ കുറേ സിനിമകളിൽ അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ഫൈറ്റിൽ അഭിനയിക്കുന്നവർ പോലും ചെന്നൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ പാരലൈസ്ഡായിട്ട് കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഫൈറ്റ് എപ്പോഴും. പിന്നെ ഒരു പടം വെള്ളി നക്ഷത്രം സിനിമയിൽ
ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി. അതായത് വിനീത് സാറിൻ്റെ പടം പൃഥ്വിരാജും ഞാനും തമ്മിലുള്ള ഒരു സീക്വൻസ്, അതിൽ എന്നെ ചവിട്ടിയിട്ടൊരു പാലത്തിൻ്റെ അടിയിൽ നിന്ന് നേരെ താഴെ പോയി. അതും ടൈമിങ്, അതെൻ്റെ ടൈമിങ്ങിൻ്റെ കുഴപ്പമായിരുന്നില്ല. വന്നു പുള്ളി അടിച്ചു നേരെ. ഇപ്പോൾ ബെഡ് ഇട്ടിട്ടുണ്ട് ഇവിടെ, ഇപ്പം ഇങ്ങനെ ബെഡ് ഇവിടെ ഇട്ടിരിക്കാം. അപ്പോൾ നമ്മളിവിടുന്ന് ഫൈറ്റ് അടിച്ചാൽ ഇവിടെ വന്ന് വീഴുള്ളൂ. അപ്പോൾ ചവിട്ടണേൻ്റെ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ടൈക്കെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ പോയിട്ട് ഇവിടെ വന്ന് വീഴുള്ളൂ. ഫോഴ്സ് അടിച്ചു, നേരെ ബെഡിൽ നിന്ന് വിട്ട് ഇപ്പുറം പോയി. അങ്ങനെ പോയിട്ട് ഞാൻ ഈ വെൽക്കെയർ ഹോസ്പിറ്റലായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ പരിപാടികൾ ഇപ്പോൾ വേദനകളുടെ രൂപത്തിൽ പതിയെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അന്ന് ഈ മുടിയൊക്കെ ചെയ്ത പോലെ ഈ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളത്, കാരണം അന്ന് ഈ ഗുണ്ടാന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇമേജ് ഉണ്ടല്ലോ. അതെ. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത്യാവശ്യം കരാട്ടെ അങ്ങനെ അതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ. അത്യാവശ്യം ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന പരിപാടികളെല്ലാം അന്ന് പഠിച്ചിട്ടുണ്ട്. കാര്യം അത് പഠിക്കാതെ രക്ഷയില്ല. കാര്യം അല്ലെങ്കിൽ അവർ പറയും ആ ഷോട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, ഫൈറ്റേഴ്സിന് നിർത്തുമെന്ന് പറയും. അപ്പോൾ അതിനുള്ള എല്ലാം നിസ്സാരമല്ലല്ലോ. സിനിമയെ സംബന്ധിച്ച് ഞാനിപ്പോൾ പുതിയ പിള്ളേരോടും പറയുന്നത്, ഈസി ടു, നിങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ ഈസിയാണ്. നിങ്ങൾ വന്ന കാലഘട്ടങ്ങളിൽ ചാൻസ് പോയി ചോദിച്ചു. ഇന്നിപ്പോൾ ഈസിയാണല്ലോ. ഇപ്പോൾ വന്നിട്ട് നിങ്ങളുടെ ഫിസിക്കും നിങ്ങളുടെ ഇതും കാണുമ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യും. എൻ്റെ പടത്തിലൊരു ക്യാരക്ടർ നല്ല ഉണ്ട്, ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് വന്ന് ചെയ്യും. അത് അക്സെപ്റ്റ് ചെയ്യും ഓഡിയൻസ്. പണ്ട് പറ്റുമോ? ഇല്ല. പണ്ട് നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിനെ തന്നെ വെച്ച് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ അതല്ല. ഇപ്പോൾ അതല്ലാത്തവരെ വരുന്നു, അവർ പ്രൂവ് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഈസി ടു എൻട്രിയാണ് സിനിമയിൽ.